Game is going to end now. ஒரு செகண்ட் வித்தியாசம் இல்லாம ஒரே நேரத்தில் அடிக்கணும். തമിഴകത്ത് 6 പതിറ്റാണ്ടിലേറെ നീണ്ട ദ്രാവിഡ പാർട്ടികളുടെ ആധിപത്യം തകർത്ത വിജയുടെ പാർട്ടിയായ ടിവികെയുടെ വിസ്മയ ജയം. നെഞ്ചിൽ കുടിയിരിക്കും. മത്സരിച്ച 2 സീറ്റിലും വിജയ് ജയിച്ചു. Hey, hello. You're cheating, huh? You're cheating, right? You're cheating. You can't do this. This cannot happen. മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ കൊളത്തൂരിൽ പരാജയപ്പെട്ടത് DMK ഞെട്ടിച്ചു. நம்ம யாருன்றது முக்கியம் இல்ல, நம்மளால என்ன முடியும்ன்றது தான் முக்கியம். நமக்கு செட் ஆகுதுல இந்த டயலாக்? எஸ் சார், நான் வச்சுக்கிறேன். 234-ൽ 222 സീറ്റുകളിലെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ 107 സീറ്റുകൾ നേടി വിജയുടെ തമിഴക വെട്രി കഴകം ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. പോക്കണ്ടേ പിടിച്ചാ കിട്ടുമെന്ന് തോന്നുന്നില്ല സാറേ. DMK 74 സീറ്റിൽ ഒതുങ്ങി. അണ്ണാ DMKക്ക് കിട്ടിയത് 53 സീറ്റ് മാത്രം. മൊത്തമാ സെഞ്ചിട്ടിയാ? ഞാനല്ലോ തോൽപ്പിച്ചത്, ജനങ്ങളല്ലേ. രാഷ്ട്രീയക്കാർ കൊള്ളരുതായ്മ കാണിച്ചാൽ വോട്ടിങ്ങിലൂടെ പുറത്താക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. വിജയെ നേരിട്ടെതിർക്കാതെ അവഗണിക്കാനെടുത്ത തീരുമാനത്തിന് DMKക്ക് കനത്ത വില നൽകേണ്ടി വന്നു. എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഓ, എന്റെ ഭാസി ഈ ഒരു സംഭവം തന്നെയാ. നടൻ വിജയുടെ ചെന്നൈയിലെ വീട്ടിൽ ആഘോഷം. അവിടെ ഒരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. നമ്മുടെ നടി തൃഷ വിജയുടെ വസതിയിൽ എത്തിയിട്ടുണ്ട്. തൃഷയുടെ പിറന്നാളാണ്. തൃഷയുടെ പിറന്നാൾ. വിജയുടെ വീട്ടിൽ തൃഷ എത്തുന്നു. വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ. അല്ല പുഷ്പ, എന്താ ജൂലൈ 24 CM ആവണമെന്ന് നീ തീരുമാനിച്ചത്? ഇന്ന് എന്റെ പ്രിയപ്പെട്ട ശ്രീവല്ലി ജനിച്ച ദിവസമാണ്. അപ്പൊ ഇവളുടെ ജന്മദിനത്തിൽ തന്നെ CM ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ബർത്ത്ഡേ ഗിഫ്റ്റ്. TVK മുന്നേറ്റത്തിന്റെ വാർത്തകൾ വന്നയുടൻ നടി തൃഷ വിജയെ വീട്ടിലെത്തി അഭിനന്ദിച്ചു. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. രജനീകാന്തും സൂര്യയും അജിത്തും അടക്കം താരങ്ങളും വിജയെ അഭിനന്ദിച്ച് രംഗത്തെത്തി. എന്തായാലും കലക്കിട നീ. നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. നീ ഒരു പ്രസ്ഥാനമാണ്. സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ലയോള കോളേജിൽ എത്തിയപ്പോൾ CM വിളികളോടെ വരവേറ്റ് പ്രവർത്തകർ. മറ്റാർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. സത്യത്തിൽ ഒരു അംഗീകാരമല്ലേ? തമിഴ്നാട്ടിൽ അങ്ങനെ വിജയുടെ ഏറ്റവും ഗംഭീരമായ ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന നിമിഷം ആണ് ലോക രാഷ്ട്രീയത്തിൽ തന്നെ ഒരു ഞെട്ടിപ്പിക്കുന്ന നിമിഷമായി മാറുക. ഇനി ഞാൻ പറയും, നീയൊക്കെ കേൾക്കും. കുറച്ച് സമയം, ഒരുപാട് കാര്യങ്ങൾ. അപ്പോ നമുക്ക് വീണ്ടും കാണാം.